നമ്മളൊക്കെ പുച്ഛിച്ച് തള്ളിയിരുന്ന നമ്മുടെ നിത്യകല്യാണി അല്ലെങ്കിൽ വിങ്കാ റോസിന് ഇത്രയേറെ കളക്ഷൻസ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ. ഇത് നമ്മുടെ റെഡ് വെൽവെറ്റിൻ്റെ പ്ലാന്റ് ആണ്. കറക്റ്റ് പാറ്റേൺ തെളിഞ്ഞ് വന്നിട്ടില്ല കേട്ടോ. ഇത് താഴെ ഇരിക്കുന്നത് നമ്മുടെ പാറ്റേൺ റെഡിൻ്റെ ഒരു ഫ്ലവറാണ് കേട്ടോ. അപ്പം എനിക്ക് ഇത് രണ്ടും വിരിഞ്ഞത് കണ്ടപ്പോൾ ഒരേപോലെ തോന്നി. അപ്പം ഞാൻ അതിനെ എടുത്തുകൊണ്ട് വെച്ചിട്ട് ആ ഒരു പ്ലാന്റിൽ വെച്ച് നോക്കുകയാണ് കേട്ടോ, എന്തെല്ലാം സിമിലാരിറ്റീസ് ഈ ഒരു പ്ലാന്റിനുണ്ടെന്ന്. നമ്മുടെ റെഡ് വെൽവെറ്റിൻ്റെ പ്ലാന്റിൽ കറക്റ്റ് പാറ്റേൺ തെളിഞ്ഞ് വരാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ നോക്കട്ടെ, കറക്റ്റ് റെഡ് വെൽവെറ്റിൻ്റെ ഒരു പിക്ക് ഉണ്ടെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്തേക്കാവേ. അപ്പോൾ ഭയങ്കര ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് കാണാനായിട്ട്. ഏതാണ് റെഡ് വെൽവെറ്റ്. കറക്റ്റ് പാറ്റേൺ തെളിഞ്ഞ് വന്നില്ലെങ്കിൽ കൂടിയും ഇങ്ങനെ കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. നമ്മുടെ ഫോണിൽ നന്നായിട്ട് അതിൻ്റെ ഒരു ഭംഗി തെളിഞ്ഞ് വന്നിട്ടില്ല. അതെന്തോ കോൺട്രാസ്റ്റോ എന്തൊക്കെ കാര്യങ്ങൾ മാറിക്കിടക്കുന്നത് കൊണ്ട് നമുക്ക് എക്സാക്റ്റായിട്ട് കളർ തെളിഞ്ഞ് വരാത്തതാണേ. നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ. കിട്ടുമെങ്കിൽ ഒന്ന് കളക്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മുടെ വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ തളർന്ന് നിൽക്കുന്ന കുറച്ച് പ്ലാന്റാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഡബിൾ പെറ്റൽസിൻ്റെ പെറ്റൂണിയ കാണിച്ചിട്ടില്ലേ, അതിന് ഞാൻ ഇന്നത്തെ ദിവസം രാവിലെ ഇരുന്നിട്ട് റീപോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങനെ വെച്ചിരുന്നാൽ അതിൻ്റെ ഗ്രോത്ത് സ്റ്റണ്ടായി പോവുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ അതിനെ റീപോർട്ട് ചെയ്തു കേട്ടോ. പിന്നെ 2 ഹാങ്ങിയും വിങ്കയും കൂടി റീപോർട്ട് ചെയ്തു. റൂട്ട് വന്ന പ്ലാന്റാണ്. കുറച്ചുകൂടെ ഒരു വലിയ പോട്ടിലേക്ക് ഇന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. രാവിലെ ഇങ്ങോട്ടേക്ക് കയറിയാൽ ഒത്തിരിയും പണികളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. പിന്നെ ഒരു 2-3 മില്യൺ മെൽസ് അല്ല പെറ്റൂണിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ നല്ല ഉറുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ നമ്മുടെ പ്ലാന്റ്സിനെ ബാധിക്കുന്നുണ്ട്. ഇനി അതിനെ തുരത്താനായിട്ട് എന്തെങ്കിലും മാജിക്കോ കാര്യങ്ങളൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഏതാണ് ടാറ്റുവിൻ്റെ തന്നെ പോൾക്കാഡോട്ട് വരുന്നൊരു പ്ലാന്റാണ്. അത്യാവശ്യം ബുഷിയായിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട്. ഇതിൽ സീഡ് പോഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ കളക്ട് ചെയ്യാനായിട്ട് ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഇരുന്നിട്ടാണ് ഇതൊക്കെ കളക്ട് ചെയ്ത് വയ്ക്കുന്നത്. നമ്മളോട് കട്ടിങ്സ് ചോദിക്കുന്നവരോട് ഒരു റിപ്ലൈ ആയിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ നോർമൽ വിങ്ക മാത്രമല്ല ഉള്ളത്, എക്സോട്ടിക്കും അതുപോലെ തന്നെ പ്രീമിയം കളക്ഷൻസും ഒക്കെ ഉൾപ്പെട്ട് വരുന്നതാണ് നമ്മുടെ കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അറിയാലോ അതിൻ്റെ കട്ടിങ്സും കാര്യങ്ങളൊക്കെ എത്രത്തോളം സെൻസിറ്റീവ് ആയിരിക്കുമെന്ന്. അപ്പോൾ നമുക്ക് അത് ഒരു കാരണവശാലും നമുക്ക് കട്ടിങ്സ് ആയിട്ട് അയക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ തന്നെ അത് നിങ്ങൾക്കും ഓക്കെ ആയി കിട്ടില്ല. പിന്നെ അതെടുത്തിട്ട് അയക്കുമ്പോൾ അതില്ലാണ്ടായി പോയി കഴിഞ്ഞാൽ എനിക്കും ഭയങ്കര വിഷമമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കട്ടിങ്സ് ആർക്കും പ്രൊവൈഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ ആർക്കും അങ്ങനെ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. CC തരാം, കട്ടിങ്സ് തരാമോ എന്നൊക്കെ ചോദിക്കുന്നവരോട് നിങ്ങളുടെ ആകാംക്ഷ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നമുക്കതിനുള്ളൊരു അവസരം ഇപ്പോൾ നമ്മൾ ഒരുക്കുന്നില്ല. നമ്മളങ്ങനെ സെയിൽ ചെയ്യുന്നില്ല കേട്ടോ, കട്ടിങ്സ് കൊടുക്കുന്നില്ല. അതുപോലെ നമ്മളോട് സീഡ്സിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നവർക്ക് ഫ്രീ സീഡ്സ് ചോദിക്കുന്നുണ്ട്. നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ അത്രയും റിസ്ക് എടുത്ത് പ്ലാന്റ്സ് വളർത്തുമ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഒന്ന് സെയിൽ ചെയ്തിട്ടല്ലേ ആർക്കെങ്കിലും അങ്ങനെ ഫ്രീ കോസ്റ്റിനൊക്കെ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മളോട് അങ്ങനെ എപ്പോഴും റീസെൻ്റായിട്ട് കമൻറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരുന്നാൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ കയ്യിലുള്ള ഒരു റെഡിൻ്റെ പെറ്റൂണിയാണ് കേട്ടോ. ഈ റെഡ് പെറ്റൂണിയും ബീട്രൂട്ട് പെറ്റൂണിയും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല കേട്ടോ. ഇപ്പോഴത്തെ റെഡിൻ്റെ ഒരു ട്രെൻഡിങ് പേരായിട്ടാണ് ബീട്രൂട്ട് മാറിയിരിക്കുന്നത്. രണ്ടും എക്സാക്റ്റായിട്ട് ഒരുപോലെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കറിയാവുന്ന ഒത്തിരി പെറ്റൂണി വളർത്തി പരിചയമുള്ള ആൾക്കാരോടൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്കും ഇത് തന്നെയാണ് അഭിപ്രായം കേട്ടോ. രണ്ടും സിമിലറാണ്. ഈ ആൾക്കാരിങ്ങനെ വലിയ ട്രെൻഡിങ് ആയതുകൊണ്ട് ആ ഒരു പേരിന് പുറകെ ഇങ്ങനെ ഓടുന്നതാണ്. എനിക്ക് കമൻറ്റ് വരുന്നതും ഒക്കെ ബീട്രൂട്ടിനും ബ്ലാക്ക് പെറ്റൂണിക്കും ഒക്കെയാണ് കേട്ടോ. അതാണല്ലോ ഇപ്പോൾ റീസെൻ്റായിട്ട് ട്രെൻഡിങ് ആയിരിക്കുന്നത്. ഒരു കാലത്ത് ഈ ഒരു പെറ്റൂണിയ നേരത്തെ ട്രെൻഡിങ് ലിസ്റ്റിലുള്ളതായിരുന്നു. ഒരു 600 ആയിരുന്നു നമ്മുടെ ഒരു പോട്ട് പ്ലാന്റിന് എല്ലാവരും ചാർജ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അങ്ങനെ ഇപ്പോഴും അത് റീസെൻ്റായിട്ട് വന്നിട്ടുണ്ട്. ട്രെൻഡിങ് ലിസ്റ്റിലാണ് നമ്മളെ ബീട്രൂട്ട് പെറ്റൂണിയ. എപ്പോഴും ഈ റെഡും വൈറ്റും ചേർന്ന് നിന്നാൽ ഒരു പ്രത്യേക ഭംഗിയാണ് എന്ന് പറയുന്നത് പോലെ എന്തു ഭംഗിയല്ലേ കാണാനായിട്ട്. റെഡും വൈറ്റും ചേരുമ്പോൾ ഒരു സൂപ്പർ കളർ കോമ്പിനേഷനായിട്ട് മാറുന്നുണ്ട്. നമ്മുടെ മില്യൺ മെൽസിൽ ചെറുതായിട്ട് മറ്റേ
സംഭവം മറന്നുപോയല്ലോ, മീലി ബഗ്സ് ആ സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെ താഴേക്ക് എടുത്തുകൊണ്ടൊന്ന് ഒന്നുകൂടി ഒന്ന് എന്തെങ്കിലും പെസ്റ്റിസൈഡോ ഫംഗിസൈഡോ ഒക്കെ ഒന്ന് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് താഴേക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര പേടിയാണ് ഈ ഒരു പെറ്റൂണിയയിൽ ഇതൊക്കെ ചെയ്ത് വയ്ക്കാനായിട്ട്. കാരണം ഞാൻ കെയറിങ് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആ ഒരു പ്ലാന്റ് ഉണ്ടാവില്ല. അൺകെയർ കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ ഒന്ന് സർവൈവ് ചെയ്ത് വരുന്നതായിട്ട് എനിക്ക് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പേടിച്ചിട്ട് പെറ്റൂണിയെ താഴേക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അതിന് മുമ്പേ ഞാൻ വിചാരിച്ചു ഒന്നുകൂടെ ഒന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തേക്കാമെന്ന്. കാരണം നാളെ ഇത് ഇല്ലാണ്ടായി പോയാലും ഇങ്ങനൊരു സംഭവം നമ്മളിൽ ഉണ്ടായിരുന്നെന്ന് നമുക്ക് തന്നെ തോന്നണമല്ലോ. അതുകൊണ്ട് ഞാനൊരു വീഡിയോ ഒക്കെ എടുക്കുകയാണ്. എന്നിട്ട് ഇത് താഴേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് നീം ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഒത്തിരി ആയിപ്പോകരുത്. ആയിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ റൂട്ടിൽ നിന്ന് തന്നെ പ്ലാന്റ് ഇല്ലാണ്ടായി പോകും. അപ്പോൾ നീം ഓയിലൊക്കെ കൊടുത്തു കുറച്ച് നേരം കഴിഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ കരിഞ്ഞ ഫ്ലവേഴ്സ് എല്ലാം വെട്ടിക്കളയുകയാണ്. നീം ഓയിൽ കൊടുത്തിട്ടും ഭയങ്കര മാറ്റമൊന്നും ഉണ്ടായില്ല കേട്ടോ. പിന്നെ ഞാൻ അതിനെയൊക്കെ പറക്കിയെടുത്ത് കൊന്നു കളഞ്ഞു. എന്നിട്ട് ഇങ്ങനെ വച്ചിരിക്കുകയാണ്. ഇപ്പോൾ പ്ലാന്റ് അത്യാവശ്യം ക്ലിയറായി നിൽപ്പുണ്ട്. അറിയില്ല ഇനി നാളെയോ മറ്റന്നാളെയൊക്കെ കൊണ്ടിട്ട് പിന്നെയും ഇത് വരുമോ അറിയില്ല കേട്ടോ. ഉറുമ്പാണെങ്കിൽ ഈ ഒരു പ്ലാന്റിൽ നിന്ന് വിട്ടു മാറാതെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ഹാങ്ങിങ്ങിലൊരു സീഡ് കണ്ടത്. അപ്പോൾ അതിനെ കൈയോട് കൂടി തന്നെ ഞാൻ അടുത്തൊരു പോട്ടിലേക്ക് എടുത്തിട്ടിട്ടുണ്ട്. കയ്യിൽ വെച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എവിടെയെങ്കിലും കൊണ്ടുവച്ച് മറന്നു പോകും. ഇതൊക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസിൽ വരുന്ന പ്ലാന്റ്സ് ആയതുകൊണ്ട് ഞാൻ മിസ് ചെയ്യാതെ തൊട്ടടുത്തിരുന്ന പ്ലാന്റിൻ്റെ പോട്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. ഞാനില്ലെങ്കിൽ പിന്നീട് വിട്ടു പോകും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കൈയോടുകൂടി ആ ഒരു സീഡിനെ എടുത്തിട്ട് അങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്.